കോഴിക്കോട് ഇന്നലെ ഉൾവലിഞ്ഞ കടൽ തിരിച്ചു കയറി. കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് ഇത് ഉണ്ടാകാറുണ്ട് എന്നാണ് തീരദേശവാസികൾ പറയുന്നത്. ഇംതിയാസ് കരീം നമ്മളടുത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇങ്ങനെ ഒരു കാര്യം മുന്നിൽ ചെല്ലുമ്പോഴത്തേക്കും ആശങ്കയുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇംതിയാസ് രാത്രി അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ ഒരാളാണ്. ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോഴും ജനങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? എന്താണ് പല കോണുകളിൽ നിന്നും ഈ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെയും? പൂജ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് കോഴിക്കോട്ട് കടലൊക്കെ ഉൾവലിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. എന്നാൽ ഇപ്പോഴിതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കടലൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ എങ്ങനെയാണോ ഇന്നലെ രാത്രി 10 മണിയുടെ മുൻപ് വരെ എങ്ങനെയാണോ കടലുണ്ടായിരുന്നത്, ആ രീതിയിലേക്ക് തന്നെ കടൽ തിരിച്ചെത്തി എന്നുള്ളതാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം ഏകദേശം 1 കിലോമീറ്ററിനടുത്തെങ്കിലും ഏകദേശം നമുക്ക് കടൽ ഉൾവലിഞ്ഞിരുന്നു. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് രാത്രിയിലൊന്നും തിരമാലകൾ ഒട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആളുകളൊക്കെ വളരെ കൗതുകത്തോട് കൂടി ചിലർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ ഇത് കണ്ട് പേടിച്ച് വീട്ടിലേക്ക് പോയ ആളുകൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കടലൊക്കെ പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ഉണ്ടാവുന്ന സമയങ്ങളിൽ സാധാരണഗതിയിൽ ഋതുക്കളുടെ മാറ്റം അനുസരിച്ച് ഇതിവിടെ പതിവുള്ളതാണ്. കോഴിക്കോട് ഇവിടെ ഈ സൗത്ത് ബീച്ചിലും അതുപോലെ തന്നെ കാപ്പാടും ഒക്കെ മുൻപും പല തവണ ഈ രീതിയിൽ കടൽ ഉൾവലിയുകയും പിന്നെ മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് തിരിച്ച് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചെത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു മാറ്റം എനിക്ക് തോന്നുന്നത് നേരത്തെയൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഇവിടെ കടൽ തിരമാല അടിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ കുറെ കൂടെ അടുത്തേക്ക് തിരമാല എത്തുന്നുണ്ട്, കുറെ കൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് നമുക്ക് അങ്ങനെയാണ് മനസ്സിലായത്. കാരണം കടൽ ഉൾവലിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചെത്താൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ പതിയെയാണ് ഇത് തിരിച്ചെത്താറുള്ളത് എന്നുകൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും കടലിപ്പോൾ പൂർവ്വസ്ഥിതിയിലായിരിക്കുകയാണ്. ഇന്നലെ ഈ നൈനാംവളപ്പ് ഭാഗത്തൊക്കെ, അതായത് ഫുട്ബോളൊക്കെയുള്ള കുറേ തീരദേശവാസികളൊക്കെയുള്ള ഒരു ഭാഗമുണ്ട്. കുറച്ച് സൗത്ത് ബീച്ചിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്, അങ്ങനെ വരാറുണ്ട്. അത് കുറേ കഴിയുമ്പോൾ അത് തിരിച്ചു പോവുകയും ചെയ്യും. പക്ഷേ ചില സ്ഥലങ്ങളിലും നേരത്തെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിലൊക്കെ പറഞ്ഞിരുന്നത് ഈ ചെറുവള്ളങ്ങളും ബോട്ടുകളും ഒന്നും കടലിൽ ഇറക്കരുത് എന്നൊക്കെയായിരുന്നു. അതൊരു 3 ദിവസം മുൻപിറങ്ങിയ ജാഗ്രതാ നിർദ്ദേശമാണ്. ഇന്നലെ വരെയായിരുന്നു അതിൽ ഈ നിർദ്ദേശം നൽകിയവർ ഉൾപ്പെടുത്തിയിരുന്ന തീയതിയും സമയവും ഇന്നലെ വരെയായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞു. ഈ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പക്ഷേ വലിയ രീതിയിലൊക്കെ വെള്ളം മുന്നോട്ട് വരികയാണെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഇംതിയാസും കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോൾ ഇംതിയാസിന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അവിടെ തീരദേശത്തുള്ളവരൊക്കെ ഒന്ന് ആശങ്കപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് സംസാരിക്കാൻ പാകത്തിന്? പൂജ, കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത കൂടെ അതാണ്. ഈ രാത്രി സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ആളുകളെ, കടൽ നോക്കി നിൽക്കുന്ന ആളുകളെ കാണാം. പക്ഷേ രാവിലെ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ കുറച്ച് അപ്പുറത്ത് ഈ വ്യായാമം ചെയ്യാനൊക്കെ എത്തിയ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഭാഗത്തൊന്നും അങ്ങനെ ആളുകൾ ഉണ്ടാവാറില്ല. പക്ഷെ എന്നാലും നമുക്കിവിടെ 1-2 പേരൊക്കെ ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് തോന്നുന്നു. അവരുടെ ഇന്നലെ ഉണ്ടായിരുന്നോ, ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. കേട്ടോ, ഇന്നലെ രാത്രിയിലേ ഹിന്ദിമേ ഓക്കെ ഒരു നമ്മളെ മലയാളികൾ പോലും അല്ല. അതാണ് ഒരു കാര്യം. നമുക്ക് എന്തായാലും പ്രതികരണങ്ങൾ നോക്കാം, അങ്ങോട്ടേക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇതാണ് കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു പ്രത്യേകത. പുലർച്ചെയൊക്കെ 2 മണിക്കും 3 മണിക്കൊക്കെ നിറയെ ആളുകളുള്ള ഒരു സ്ഥലമാണിത്. പക്ഷേ അങ്ങനെ രാവിലെ ആയിക്കഴിഞ്ഞാൽ അത്രത്തോളം ആളുകൾ ഇവിടെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ചേട്ടാ, ഇവിടെ ഇന്നലെ കടല് വലിയ രീതിയിൽ ഇങ്ങനെ ഉൾവലിഞ്ഞു പോയിരുന്നു ഇന്നലെ രാത്രി. ഇപ്പൊ പൂർവ്വസ്ഥിതിയിലായി. സാധാരണ കാണാറുണ്ടോ ഇവിടെ ഇങ്ങനെ പതിവുള്ള? ഇല്ല, അങ്ങനെ സാധാരണ കാണാറില്ല. ഞാനിപ്പോൾ കുറേ കാലങ്ങളായിട്ട് നടക്കാൻ വരുന്നതാ. പക്ഷെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇന്നലെ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ രാത്രി വന്നു നോക്കി. അപ്പോൾ സംഗതി ശരിയാണ്. പൂർവ്വസ്ഥിതിയിലായി. സാധാരണ ഉണ്ടാവുന്നേക്കാൾ തിരമാല ഉണ്ടോ? ഇല്ല, ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ തിരമാല കുറയും. കാരണം ഈ കാറ്റിൻ്റെ ഗതി കുറച്ച് കുറവായിരുന്നു. അപ്പം അതിന് വലിയ കുറവുണ്ടാവുക ചെയ്യാം.
സ്ഥിരമായിട്ട് കാണുന്നതാണ് എന്തായാലും. ഉണ്ടാകുന്നുണ്ട്. ഓക്കെ.